ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന തിരുവചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29 മുതലുള്ള വചനഭാഗങ്ങളാണ്. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ശാരീരികമായ തളർച്ചയുണ്ട്, മാനസികമായ തളർച്ചയുണ്ട്, ആത്മീയ തളർച്ചയുണ്ട്. നിങ്ങളിന്ന് ഏത് തലത്തിൽ ക്ഷീണിച്ചിരിക്കുന്നവനായാലും ബലം പകരാൻ കർത്താവിന് കഴിയും. ഈ വാക്കുകളെ പറഞ്ഞു വെക്കുമ്പോൾ തന്നെ ഇതിന് ഒരു നിബന്ധനയുണ്ട്. ആരൊക്കെയാണ് ശക്തിയെ പുതുക്കുന്നത്? യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. യഹോവയെ കാത്തിരിക്കുന്നവൻ മാത്രമേ ശക്തിയെ പുതുക്കൂ. ഒരു രസകരമായ കഥ കേട്ടിട്ടുണ്ട്. ഒരാൾ ബാർബർ ഷോപ്പിൽ ഇരുന്നു കൊണ്ട് ബാർബറോട് ഇങ്ങനെ പറയുകയാണ്: ദൈവം എന്ന ഒരു ശക്തിയില്ല. കണ്ടില്ലേ, എത്രയോ ദരിദ്രരായ ജനങ്ങളാണ് ഈ ലോകത്തുള്ളത്. വഴി നീളെ പിച്ചയെടുക്കുന്നവരും ദരിദ്രരും. ദൈവമുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു ഗതി ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ബാർബർ പുറത്തെ തെരുവുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു: അങ്ങനെയെങ്കിൽ ഈ ലോകത്ത് ഒറ്റ ബാർബർമാർ പോലുമില്ല. കണ്ടില്ലേ, എത്രയോ ജനങ്ങൾ താടിയും മുടിയും എല്ലാം നീട്ടി വളർത്തി നടക്കുന്നുണ്ട്. ബാർബർമാർ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗതി അവർക്ക് ഉണ്ടാകുമായിരുന്നു. സംഭാഷണം തുടങ്ങിയ ആൾക്ക് താൻ പറഞ്ഞ വാക്കുകളിലെ മൗഢ്യം മനസ്സിലായി. ഒന്നുകൂടി പറയട്ടെ, ആരൊക്കെയാണ് ശക്തിയെ പുതുക്കുന്നത്? യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. യഹോവയെ കാത്തിരിക്കുന്നവൻ മാത്രമേ ശക്തിയെ പുതുക്കൂ. ദൈവത്തിന് സ്തോത്രം. എല്ലാ മനുഷ്യരും ഒരു വഴുവഴുപ്പിൽ കൂടിയാണ് നടന്നു പോകുന്നത്. എത്ര ബലമുണ്ടെന്ന് കരുതുന്നവരും വഴുതി വീഴാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീഴാൻ ഒരുങ്ങുമ്പോഴേക്കും അവൻ്റെ കൈക്ക് പിടിക്കുന്ന ആണിപ്പാടുള്ള ഒരു കരമുണ്ട് പ്രിയരെ. അവനെ താങ്ങി നിർത്തുന്ന ഒരു ശക്തമായ കരമുണ്ട്. അവൻ വീണു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. സങ്കീർത്തനകാരൻ പറയുന്നു, സങ്കീർത്തനം 94:18, എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ, നിന്റെ ദയ എന്നെ താങ്ങി. എന്നാൽ ദൈവത്തെ അറിയാത്തവർ, ദൈവത്തിൻ്റെ വഴി അനുസരിക്കാത്തവർ അങ്ങനെയല്ല. നിങ്ങൾ 73-ാം സങ്കീർത്തനം വായിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് പോയി വായിക്കണം. ദുഷ്ടന്മാരുടെ ഐശ്വര്യം കണ്ട് ദാവീദ് അസൂയപ്പെടുകയാണ് അവിടെ. അവർക്ക് തീവ്ര വേദനകളില്ല. അവരുടെ ശരീരം തടിച്ചു കൊഴുത്തിരിക്കുന്നു. അവർക്ക് മറ്റുള്ളവരെ പോലെ കഷ്ടതകളില്ല. മറ്റുള്ളവരെ പോലെ അവർ പീഡിതരുമല്ല. ദാവീദ് പറയുകയാണ്: ഞാൻ എൻ്റെ ഹൃദയത്തെ നിർമ്മലമായി സൂക്ഷിച്ചതും എൻ്റെ കൈകളെ നിഷ്കളങ്കതയിൽ കഴുകിയതും വ്യർത്ഥമായി. ഞാൻ മുഴുവൻ അധ്യായം വിസ്തരിക്കുന്നില്ല. അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ ദാവീദ് പറയുന്നു: എന്നാൽ ദേവാലയത്തിൽ ചെന്നപ്പോൾ അവരുടെ അവസാനം എന്തെന്ന് ഞാൻ ഗ്രഹിച്ചു. അങ്ങ് അവരെ തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു. അവർ നാശത്തിലേക്ക് വഴുതി വീഴാൻ അങ്ങ് ഇടയാക്കിയിരിക്കുന്നു. അവർ എത്ര വേഗം നശിച്ചുപോയി. ഭീകരതകളാൽ അവർ നിശേഷം തൂത്തെറിയപ്പെട്ടു. ഉണരുമ്പോൾ മായുന്ന സ്വപ്നം പോലെയാണ്. അങ്ങ് ഉണർന്ന് അവരെ കുടഞ്ഞെറിയുന്നു. ദൈവത്തെ അറിയാത്തവരും വീഴും. ആ വീഴ്ചയിൽ നിന്ന് അവരെ ഉദ്ധരിക്കാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. എന്താണ് യഹോവയെ കാത്തിരിക്കുക എന്ന് പറയുന്നത്? നമ്മളൊരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ശക്തിയാണോ ഉണ്ടാകുന്നത്, മറിച്ച് തളർച്ചയാണോ ഉണ്ടാകുന്നത്? വിവാഹം കഴിഞ്ഞിട്ട് അനേകം വർഷങ്ങൾ കടന്നുപോയി. ഒരു കുഞ്ഞിക്കാല് കാണുവാൻ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഒരു ജോലിക്ക് വേണ്ടി ഒത്തിരി ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു. ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. വീണ്ടും വീണ്ടും ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാത്തിരിക്കുകയാണ്. ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. നിരാശയാണോ അതോ ശക്തിയാണോ നിങ്ങൾക്ക് ആ കാത്തിരിപ്പിൽ ഉണ്ടാവുക? ഞാനാണ് ആ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നതെങ്കിൽ ഉറപ്പായും എന്നിലേക്ക് നിരാശയെ കടന്നു വരികയുള്ളൂ. മാനുഷിക നിയമം അനുസരിച്ച് പറഞ്ഞാൽ കാത്തിരുന്ന് കാത്തിരുന്ന് മടുത്തു എന്നാണ് നമ്മൾ പറയാറ്. കാത്തിരുന്ന് ശക്തിയെ പുതുക്കി എന്ന് ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പിന്നെന്താണ് യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും എന്ന് പറയാൻ കാരണം?
യഹോവയെ കാത്തിരിക്കുന്നവൻ. ആ വാക്ക് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ടപ്പോൾ വന്ന ഒരു പരിമിതിയാണ്. ആ വാക്കിൻ്റെ, കാത്തിരിപ്പ് എന്ന വാക്കിൻ്റെ യഥാർത്ഥമായ അർത്ഥം അറിയണമെങ്കിൽ നിങ്ങൾ ഹീബ്രു ബൈബിൾ വായിക്കണം. അവിടെ കാത്തിരിപ്പ് എന്ന വാക്കിന് പകരം കവെ എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കവെ, ഇഴ ചേരുക, ഏതൊക്കെ തമ്മിൽ. ഈ പ്രത്യാശ, കാത്തിരിപ്പ്, ദൈവത്തിൻ്റെ ശക്തിയിലുള്ള ആശ്രയം, ഇവ മൂന്നും ഇഴ ചേർക്കുന്ന ഒരു വാക്കാണ് കവെ. മുപ്പിരി ചരട് പൊട്ടിപ്പോകത്തില്ല എന്ന് കേട്ടിട്ടില്ലേ? ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടിയുള്ള കാത്തിരിപ്പ്. എനിക്ക് തോന്നുന്നു കത്തോലിക്ക ബൈബിളിലാണ് കുറച്ചുകൂടി അർത്ഥവത്തായ തർജ്ജിമ എന്ന്. കത്തോലിക്ക ബൈബിളിൽ കാത്തിരിപ്പ് എന്ന വാക്കിന് പകരം ആശ്രയം എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രത്യാശ, കാത്തിരിപ്പ്, ദൈവത്തിൻ്റെ ശക്തിയിലുള്ള ആശ്രയം, ഈ മൂന്ന് ചരടുകളും അഥവാ ഈ മൂന്ന് വാക്കുകളും ഇഴ ചേർക്കുന്നതിന് മുന്നേ അത് ഗഹനമായി ഓരോന്നും പഠിക്കേണ്ടതുണ്ടല്ലോ. വരും എപ്പിസോഡുകളിൽ നമുക്ക് ഈ മൂന്ന് ചരടുകളെയും കുറിച്ച് ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. അഹങ്കാരത്തോടെ ഇങ്ങനെ പറയരുത് എന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇങ്ങനെയാണ് ഞാൻ പറയേണ്ടത്. ദൈവം അനുവദിക്കുമെങ്കിൽ വരും എപ്പിസോഡുകളിൽ നമുക്ക് ഈ മൂന്ന് ചരടുകളെയും കുറിച്ച് ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ദാഹമുണ്ടാകട്ടെ, വചനം കേൾക്കുവാനുള്ള ദാഹമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.